കഴിഞ്ഞ ദിവസം റിയാസ് സലീം നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ അതല്ല. ഇനി ആ വിഷയത്തെപ്പറ്റി സംസാരിക്കേണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. ആ വള്ളി കേസ് നമുക്ക് വിടാം, ഇനി അതിൻ്റെ പിന്നാലെ കിടന്ന് സംസാരിച്ച് പോയിട്ട് കാര്യമില്ല, എന്തിനാ വിട്ടേക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ആ മെസ്സേജ് ഞാൻ ഇപ്പോഴും ആലോചിക്കാൻ നേരത്തെ അതിൻ്റെ ലാസ്റ്റ് ഒരു ഡയലോഗടി ഉണ്ട് റിയാസ് അയച്ച മെസ്സേജിനകത്ത്. അങ്ങനെയെങ്കിലും 4 ആൾ അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ മെസ്സേജ് നമ്മൾ വായിക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള രീതിയിൽ അമ്മാതിരി മൂപ്പിരിയൊക്കെ നേരിട്ട് നമ്മൾ തിരിച്ച് മൂപ്പിച്ചു. അത് അങ്ങനെയാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഇനി അങ്ങനെ ഒരു വിചാരം റിയാസിനുണ്ടെന്നുണ്ടെങ്കിൽ, റിയാസ് ഒരു സംഭവമാണ്, ഞാനെന്തോ മഹാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മോശപ്പെട്ട ആൾക്കാരാണ് ഒരു ചിന്ത റിയാസിനുണ്ടെന്നുണ്ടെങ്കിൽ, ആരാണ് റിയാസ് എന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് റിയാസ് എന്ന് ഞാനിപ്പം പറഞ്ഞുതരാം. എവിടെയാണ് റിയാസ് നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനുശേഷം റിയാസ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. റിയാസിൻ്റെ വീഡിയോ പലപ്പോഴും കാണാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരോട് ഭയങ്കര പുച്ഛമാണ് റിയാസിന്. അത് റിയാസിൻ്റെ വീഡിയോസിനകത്ത് നമുക്ക് പലപ്പോഴും റിയാസിൻ്റെ സംസാര ശൈലിയാണെന്നുണ്ടെങ്കിലും റിയാസിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയോട് പരമ പുച്ഛം, അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാസിന് ഇഷ്ടമല്ലാത്ത വ്യക്തികളെ വിമർശിക്കുമ്പോൾ റിയാസ് അവരുടെ ഫാമിലി കയറി കളിക്കുന്ന ഒരു കളിയുണ്ട്, ആവശ്യമില്ലാത്തൊരു കളി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ കൃഷ്ണകുമാർ ആക്ടർ, കൃഷ്ണകുമാരെ ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ കയറി കളിക്കുന്ന കളി, തെറ്റ് റിയാസിൻ്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയത് മാപ്പ് പറയാത്ത ഒരു കളിയുണ്ടല്ലോ, ആ കളിയും നമ്മളന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ റിയാസിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെയൊക്കെ കൂടെ ഒരാൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ സ്റ്റോറി ഇട്ട് പച്ചയ്ക്ക് ആക്ഷേപിക്കുന്ന, മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന റിയാസിനെ പലപ്പോഴും അന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ 2 ഡയലോഗ് അടിക്കണം. കൃത്യമായിട്ട് റിയാസിനെ ഞാനൊന്ന് വിമർശിച്ചപ്പോൾ ഞാൻ വെറുതെ റിയാസിനെ കയറി വിമർശിച്ചൊന്നുമില്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ നാടിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്ത് ഇന്ത്യക്കാരനും അതുപോലെ പുള്ളിയിട്ട് തന്നെയാണ് ഞാൻ റിയാസിനെ വിമർശിക്കുക. അപ്പോൾ റിയാസ് ഇങ്ങോട്ട് വന്നിട്ടൊരു ഡയലോഗ് അടി, ഒരു മൂപ്പീര്, അതായത് അങ്ങ് ആരാണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പേടിക്കുന്നുള്ള രീതിയിലാണ് റിയാസ് ഡയലോഗ് അടിച്ചത്. നമ്മൾ പേടിക്കാനൊന്നും പോയില്ല റിയാസ്, അതുകൊണ്ട് തന്നെയാണ് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ റിയാസിന് ഭയങ്കര രാജ്യസ്നേഹമൊക്കെ ഞാൻ കാണുന്നുണ്ട്. റിയാസ് എന്താ കമൻറ്റ് ബോക്സൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് റിയാസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പല ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. കുറേ ട്രോൾ ഗ്രൂപ്പിൽ വന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല റിയാസിനെതിരെ അവരെല്ലാം റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രോൾ ചെയ്ത്. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആൾക്കാരുള്ള പരമപുച്ഛം, വല്ലവരുടെയും വീട്ടിൽ കയറി കളിക്കുന്ന ഈ നാട്ടിലെ കുട്ടികളൊക്കെ അതാണ് ഇതാണെന്നൊക്കെ അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പൊങ്കാലയിട്ടതാണ് റിയാസിനെ. ഇത്രയേ ഉള്ളൂ റിയാസ്. വല്ലവൻ്റെ ഫാമിലി കയറി അനാവശ്യ രീതിയിൽ ഡയലോഗ് അടിക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് എന്നെങ്കിലും ഒന്ന് ഓർത്തേക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് ബഹുമാനമില്ലാതൊരു മെസ്സേജ് അയക്കാൻ നേരത്ത് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് റിയാസ് അങ്ങ് ആലോചിച്ച് നോക്കണം. മനസ്സിലായോ റിയാസിനെ? ഇനി റിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് ഒരു ഷോയിൽ പോയതിനു ശേഷമാണ് റിയാസിനെ 10 പേര് അറിയുന്നത്. അതിനു മുമ്പ് റിയാസ് എങ്ങനെ ഷോയിൽ എത്തിയെന്ന് നോക്കി കഴിഞ്ഞാൽ ഡെവറോളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തിരുവനന്തപുരത്തുകാരൻ, ഈ വീഡിയോയ്ക്ക് അതൊക്കെ അല്പം തെറി വിളിക്കുന്നുണ്ട്. അയാളെ ഈ റിയാസ് റിയാക്ട് ചെയ്യുന്നു. നമ്മളിപ്പം സംസാരിക്കുന്ന പോലെ അന്ന് റിയാസ് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഡെവറോളി തിരിച്ച് റിയാസിന് തെറി വിളിച്ചു. അങ്ങനെയാണ് റിയാസിനെ കുറച്ച് പേരെങ്കിലും അറിയുന്നത്. അതിനുശേഷമാണ് ഒരു ഷോയിൽ പോയത്. ആ ഷോയിൽ പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, റിയാസിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ റിയാസ് ആക്രമിക്കുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അന്ന് ഞാൻ റിയാസിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഒരുമാതിരി ഡയലോഗ് അടിക്കുന്നത് തിരിച്ച് നമ്മളങ്ങ് കൊടുത്തു എന്നുള്ളതാണ്. ഈ രാജ്യം മുഴുവൻ എതിര് നിൽക്കുന്ന സമയത്താണ് റിയാസ് ഇങ്ങോട്ട് വന്ന് ഡയലോഗ് അടിച്ച് തിരിച്ച് നമ്മളും അമ്മാതിരി ഡയലോഗ് അടിച്ചു കൊടുത്തു. പിന്നെ റിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന റിയാസ് ഒരു കാര്യമൊക്കെ മനസ്സിലാക്കണം. ഞാൻ റിയാസുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ഇട്ടു. എൻ്റെ യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 30 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യർ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 30 ലക്ഷം ആൾക്കാരും, ഞാൻ റിയാസെ കൃത്യമായിട്ട് പറയാം, അതിനകത്തൊരു 10 കമൻറ്റ് പോസിറ്റീവായിട്ട് റിയാസിന് വേണ്ടിയില്ല. ഈ 30 ലക്ഷം ആൾക്കാരും റിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോയിട്ട് മറ്റേ നിറമൊന്നും കലർത്തണ്ട. മനസ്സിലായില്ലേ? മറ്റേ നിറമൊന്നും കലർത്തണ്ട. നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ നിലപാട് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് 30 ലക്ഷത്തോളം ആൾക്കാർ. മനസ്സിലായോ? അവരുടെ കമൻറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 5 കമൻറ്റ് കവടി നിരത്തി നോക്കിയാലും റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കാണാൻ പറ്റത്തില്ല. ഈ നാട്ടിൽ, കേരളത്തിൽ 30 ലക്ഷത്തോളം മനുഷ്യർ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ റിയാസ് എഴുതി വെച്ചോ, റിയാസിന് ഈ നാട്ടിൽ എന്ത് വിലയുള്ളത്. മനസ്സിലായോ റിയാസിന്? ആരാണ് റിയാസ് എന്ന് ഇപ്പോൾ റിയാസിന് മനസ്സിലായോ? പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറച്ച് ഫോളോവേഴ്സിൻ്റെ കുറച്ച് അഹങ്കാരമുണ്ട് റിയാസിന്. എൻ്റെ പ്രൊഫൈൽ കാണാൻ നേരത്തെ എൻ്റെ പ്രൊഫൈൽ ഇച്ചിരി ചെറുതാ, ശരിയാ, പക്ഷെ അത് മതി റിയാസേ. ആ പ്രൊഫൈൽ വെച്ചിട്ട് അടിയിൽ റിയാസിന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. റിയാസ് എന്താ ഇപ്പോൾ കമൻറ്റ് ബോക്സ് പൂട്ടിയിട്ടിരിക്കുന്നത്? അത് തന്നെ കാര്യം, മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയ പ്രൊഫൈൽ, ചെറിയ പ്രൊഫൈലൊന്നും ഇല്ല റിയാസെ. നിങ്ങളുടെ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ പ്രൊഫൈൽ ഉണ്ടെന്നുള്ള രീതിയിലൊരു അഹങ്കാരം. നിങ്ങളെ വിമർശിച്ചത് കൊണ്ട് മാത്രം തിരഞ്ഞു പിടിച്ച് എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ്.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ പേജ് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. ഓരോ മിനിറ്റിലും എത്രത്തോളം ആൾക്കാർ വന്ന് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്നറിയോ, റിയാസിനെ വിമർശിച്ചു, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റിയാസ് മനസ്സിലാക്കുക, ഈ നാട്ടിലിരുന്നുകൊണ്ട് നാടിനെതിരെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതി മതം നിറം അങ്ങനെ എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപോലെ വന്നിട്ട് റിയാസെ ഇതുപോലെ പൊങ്കാലയിടും, ഇതുപോലെ ഏറിക്കയറ്റി വിടും. വളരെ സിമ്പിളാണ് കാര്യം. മനസ്സിലായോ റിയാസിന്? റിയാസിൻ്റെ ഡയലോഗ് കേൾക്കാൻ നേരത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യമുണ്ട്. റിയാസ് ഇപ്പോഴും ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ റിയാസെ 3-4 വർഷം കഴിഞ്ഞു. റിയാലിറ്റിയിലേക്ക് വരാൻ നേരത്ത് നാട്ടുകാർ പിടിച്ചിങ്ങനെ പൊങ്കാലയിടും. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ നാടിനോട് കൂറ് വേണം, അല്ലാതെ പക്കികയ്ക്ക് വേണ്ടി ഡയലോഗ് അടിച്ചാണ്ടല്ലോ ഇതുപോലെ ആൾക്കാർ പിടിച്ച് ഏറിക്കയറ്റി വിടും. മനസ്സിലായോ റിയാസിന്? എന്തായാലും റിയാസ് ഒരു കാര്യം മനസ്സിലാക്കുക, റിയാസ് അന്ന് ആ ഷോയ്ക്കകത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ ഇന്ന് ഒരു ഷോയിലും പങ്കെടുക്കാത്ത എനിക്കുണ്ട്. മനസ്സിലായോ? അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഓരോ മിനിറ്റ് കൂടുമ്പോഴും എന്നെ പിന്തുണയ്ക്കാൻ ആൾക്കാർ തിരഞ്ഞ് എൻ്റെ പേജിലേക്ക് വരുന്നുണ്ട്. വ്യത്യാസം മനസ്സിലായോ റിയാസ്? 30 ലക്ഷം മനുഷ്യർക്കാണ് ഈ കൊച്ചു കേരളത്തിൽ നിങ്ങളോട് ഒരു താല്പര്യമില്ലാത്തത്. മനസ്സിലായോ? ഇതാണ് റിയാസ്. എന്തോ ആണെന്നുള്ളൊരു ഭാവം ഇടയ്ക്കെങ്കിലും തോന്നുമ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാണെങ്കിൽ ഒന്ന് ഓർത്താൽ മതി. അഹങ്കാരമൊക്കെ അങ്ങ് മാറിക്കോളൂ.